ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഹൽവയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിൽ 1 ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് പകുതി കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പാണ് ഞാനിവിടെ ഗോതമ്പ് മാവ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് മാവ് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ അത്യാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അളവ് വെള്ളമൊന്നും ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണോ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിന് നമുക്ക് കുഴയ്ക്കാനായിട്ട് വേണ്ടത് അത്രയും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും കുഴച്ചെടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ മാവിൽ ഉപ്പോ അല്ലെങ്കിൽ എണ്ണയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വെള്ളം മാത്രം ഒഴിച്ചാണ് ഞാനിപ്പോൾ കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നിന്ന് കുറച്ചുകൂടി ലൂസായാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ വളരെ ലൂസായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം. അപ്പോൾ സാധാരണ പച്ചവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു വയ്ക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മാവ് മുഴുവനായിട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഈ ഒരു ബൗളിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂറോളം ഇങ്ങനെ തന്നെ വയ്ക്കാം, ഒന്ന് അടച്ച് വയ്ക്കാം. കാരണം എനിക്കിനി ഈ ഒരു മാവ് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം പാല് നല്ല രീതിയിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മാവ് അത്രത്തോളം സോഫ്റ്റ് ആവണം. അപ്പോൾ എത്ര സമയം കൂടുതൽ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു അത്രയും നന്നായിട്ട് ഇത് സോഫ്റ്റായി നമുക്ക് അത്രയും കൂടുതൽ പാല് കിട്ടും. അപ്പോൾ ഞാനിവിടെ എന്തായാലും 2 മണിക്കൂറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ 2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വച്ചിരുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. മാത്രമല്ല നമ്മുടെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വെളുത്ത് വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാല് ജസ്റ്റ് ഊർന്ന് വരാൻ തുടങ്ങി. ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് മാറ്റാം. ഞാനിവിടെ ചെറിയ അരിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ അരിപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് അരിച്ചതിന് ശേഷം പിന്നീട് ഒരു 2-3 തവണ ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ചെറിയ അരിപ്പ് വെച്ചിട്ട് അരിച്ചാലും മതിയാവും. ഇപ്പോൾ ഞാനിവിടെ ചെറിയ അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ചെറുതായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ മാവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള മുഴുവൻ പാലും നമുക്കിപ്പോൾ അരിച്ച് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാവിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് കളയാം.
ഇപ്പോൾ നമ്മൾ ഒറ്റ തവണ മാത്രമേ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു 2 തവണ കൂടി ഇതുപോലെ തന്നെ ഒന്ന് പാകത്തിന് അരിച്ച് മാറ്റാം. ഓരോ തവണ നമ്മൾ അരിക്കുമ്പോഴും അരിപ്പ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം അരിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ സുഷിരങ്ങൾക്കിടയിൽ നമ്മുടെ ഗോതമ്പ് മാവിൻ്റെ തരികൾ പറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അരിച്ച് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയ ശേഷം രണ്ടാമത്തെ തവണ അരിച്ച് മാറ്റാം. മൊത്തം ഒരു 3 തവണ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളം മാത്രം മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തേങ്ങയുടെ പകുതി പോർഷൻ അതിൻ്റെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1-ാം പാൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, 2-ാം പാൽ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വളരെ കുറച്ച് തേങ്ങാപ്പാൽ മതിയാവും. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് തേങ്ങാപ്പാൽ എന്ന നിരക്കിനാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തായാലും 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ടും ഞാനിവിടെ ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ജസ്റ്റ് ഒന്ന് പീസസ് ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് പാനിയായി കിട്ടും. എളുപ്പം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശർക്കര ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാനിവിടെ വെള്ളമല്ല ഒഴിക്കുന്നത്. സാധാരണ പാനി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. പക്ഷേ നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ 1/4 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്ത ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം നമുക്ക് മുകളിൽ ഇങ്ങനെ നിപ്പുണ്ട്. അതുപോലെ തന്നെ ബാക്കി പാർട്ടിക്കിൾസ്, നമ്മുടെ മാവിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുകളിൽ നിൽക്കുന്ന വെള്ളം ജസ്റ്റ് ഒന്ന് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത വെള്ളമാണ്. ഈ പാലിനെ നമുക്ക് അനക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചരിച്ച് കളയാം. നമ്മുടെ പാലിന് മുകളിലായിട്ടുണ്ടായിരുന്നത് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയ ശേഷം ഇനി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഗോതമ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കണം നമ്മൾ എപ്പോഴും വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മാവ് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് 1 പിഞ്ച് ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൊടിച്ചിട്ടല്ല, ഡയറക്റ്റ് തന്നെ അങ്ങിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 ഏലക്ക ചെറുതായിട്ടൊന്ന് കീറിയ ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 3 ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ടുണ്ട്. ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം നമ്മളിവിടെ 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ടേബിൾ സ്പൂണിലാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഇല്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിയാവും. ഏകദേശം നമ്മുടെ ഹൽവ ഇവിടെ പാകമായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ മുഴുവനായിട്ടും വിട്ടിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വേണ്ട അത്രയും പാകമായിട്ട് കിട്ടും. നമ്മുടെ ഹൽവ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ നട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നട്ട്സ് ഇടുന്നില്ല. പകരം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കിസ്മിസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. എനിക്ക് മുകളിലത്തെ പോർഷനിൽ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ അത് പാത്രത്തിൽ ഞാൻ സെറ്റാകാൻ വെക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് തടവി കൊടുത്താലും മതിയാവും. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെയുള്ളത് കുറച്ച് കിസ്മിസാണ്. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗി. അപ്പോൾ ഇവിടെ എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എള്ളൊന്നും കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നെയ്യ് ഇങ്ങനെ പുറത്ത് ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്പൂണിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ നെയ്യ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും. ഒന്ന് സെറ്റ് ആവാനായിട്ട് വച്ചതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ആവാനായിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പാത്രത്തിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് വരാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു കത്തിയോ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓൾറെഡി നമ്മൾ നെയ്യ് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ ഒട്ടും പ്രയാസമില്ലാതെ തന്നെ ഇതിങ്ങ് വിട്ട് വരുന്നതാണ്. മുന്തിരിക്ക് പകരം നട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് കളർ എള്ളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിലതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മുന്തിരി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലതുണ്ടെങ്കിൽ എന്തായാലും അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. പാത്രത്തിൻ്റെ ആ ഒരു ഷേപ്പിന് തന്നെ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ് നമ്മുടെ ഹൽവ. ഞാനിവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് കുഴിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.